മധ്യകേരള മഹായിടവക വാർത്തകളിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് അലീന ആൻഡ് സജു. പ്രധാന വാർത്തകൾ. മഴക്കെടുതി, ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ മഹായിടവകയുടെ ഏകോപിത ഇടപെടൽ. ഒരുമിക്കുവാൻ ബിഷപ്പിന്റെ ആഹ്വാനം. പ്രളയ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ സജീവമായി CSI മധ്യകേരള മഹായിടവക യുവജന പ്രസ്ഥാനം. പരിസ്ഥിതിയോടുള്ള മനുഷ്യന്റെ സമീപനത്തിൽ മാറ്റം അനിവാര്യം. പരിസ്ഥിതി കൺവെൻഷനിൽ ബിഷപ്പ് റൈറ്റ് റവറൻഡ് ഡോക്ടർ മലയിൽ സാബു കോശി ചെറിയാൻ. മഹായിടവക ബിഷപ്പിന്റെ കൃഷി ജീവിതത്തിന് വേൾഡ് കൗൺസിൽ ഓഫ് ചർച്ചസിന്റെ അംഗീകാരം. ബിഷപ്പ് എമറിറ്റസ് റൈറ്റ് റവറൻഡ് ഡോക്ടർ ഉമ്മൻ ജോർജിനും സഹധർമ്മിണി ഏലിയാമ്മ ഉമ്മനും ജന്മദിനാശംസകൾ നേർന്ന് മധ്യകേരള മഹായിടവക. ബിഷപ്പ് മാണി തിയോളജിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് സെമിനാർ സീരീസ് 2ാം സെമിനാർ സംഘടിപ്പിച്ചു. CSI മധ്യകേരള മഹായിടവക പള്ളം വൈദിക ജില്ലാ യുവജന പ്രസ്ഥാനം സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചു. എഡ്യൂനെക്സ്റ്റ് 2026 CMS കോളേജ് കോട്ടയത്തിന് ബെസ്റ്റ് കോർപ്പറേറ്റ് റിലേഷൻസ് അവാർഡ്. ഞീഴൂർ സെന്റ് മാത്യൂസ് ഇടവകയിൽ സ്ഥിരീകരണ ശുശ്രൂഷ. 15 പേർ സഭയുടെ പൂർണ്ണ അംഗത്വത്തിലേക്ക്. പ്രൊഫസർ MK സാനു സാംസ്കാരിക കേന്ദ്രം ഏർപ്പെടുത്തിയ യുവ പ്രതിഭാ പുരസ്കാരം ഡോക്ടർ വിനിൽ പോളിന്. വാർത്തകൾ വിശദമായി. അതിശക്തമായ മഴയെ തുടർന്നുണ്ടായ പ്രളയക്കെടുതിയുടെ പശ്ചാത്തലത്തിൽ ദുരിതമനുഭവിക്കുന്നവർക്കായി CSI മധ്യകേരള മഹായിടവകയുടെ നേതൃത്വത്തിൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ശക്തമായി തുടരുന്നു. കോട്ടയം ബേക്കർ കോമ്പൗണ്ടിൽ പ്രവർത്തിക്കുന്ന ദുരിതാശ്വാസ ക്യാമ്പ് മധ്യകേരള മഹായിടവക ബിഷപ്പ് റൈറ്റ് റവറൻഡ് ഡോക്ടർ മലയിൽ സാബു കോശി ചെറിയാൻ സന്ദർശിച്ചു. ക്യാമ്പിലെ അന്തേവാസികളുമായി സംവദിച്ച ബിഷപ്പ് ഭക്ഷണം, വസ്ത്രം, മരുന്ന് എന്നിവയുടെ ക്രമീകരണങ്ങൾ വിലയിരുത്തുകയും അവർ ആരോഗ്യത്തോടെ സ്വന്തം ഭവനങ്ങളിലേക്ക് മടങ്ങാൻ പ്രാർത്ഥിക്കുകയും ചെയ്തു. കോട്ടയം CMS കോളേജ് ഹയർ സെക്കൻഡറി സ്കൂൾ, ചാലുകുന്ന് CMS LP സ്കൂൾ എന്നിവയുൾപ്പെടെ മഹായിടവകയിലെ നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ദുരിതാശ്വാസ ക്യാമ്പുകളായി പ്രവർത്തിച്ചു വരികയാണ്. ഇതിനിടെ മഹായിടവക ബിഷപ്പ് പുറത്തിറക്കിയ സർക്കുലറിലൂടെ എല്ലാ ഇടവകകളും സ്ഥാപനങ്ങളും സംഘടനകളും പ്രളയ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ ഏകോപിതമായി പങ്കാളികളാകണമെന്ന് ആഹ്വാനം ചെയ്തു. പ്രാർത്ഥന, സാമ്പത്തിക സഹായം, സന്നദ്ധ സേവനം, ദുരിതബാധിത പ്രദേശങ്ങളിലെ ശുചീകരണ പ്രവർത്തനങ്ങൾ എന്നിവയിൽ സജീവമായി ഇടപെടുവാനും ഓരോ വൈദിക ജില്ലയിലും ഏകോപന സമിതികൾ രൂപീകരിച്ച് പ്രവർത്തനങ്ങൾ കാര്യക്ഷമമായി മുന്നോട്ട് കൊണ്ടുപോകുവാനും സർക്കുലറിൽ നിർദ്ദേശിച്ചിട്ടുണ്ട്. പ്രളയബാധിതർക്കൊപ്പം കരുതലിന്റെയും ക്രൈസ്തവ സ്നേഹത്തിന്റെയും സാക്ഷ്യമായി മഹായിടവകയുടെ വിവിധ വിഭാഗങ്ങൾ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ തുടരുകയാണ്. പ്രളയത്തിന്റെ ദുരിതത്തിൽ കഴിയുന്ന ജനങ്ങൾക്ക് കരുതലിന്റെയും സ്നേഹത്തിന്റെയും കൈത്താങ്ങായി CSI മധ്യകേരള മഹായിടവക യുവജന പ്രസ്ഥാനം വിവിധ മേഖലകളിൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് സജീവമായി തുടരുകയാണ്. കോട്ടയം, ആർപ്പൂക്കര, കോഴഞ്ചേരി, നോർത്ത് ചെങ്ങളം, തിരുവഞ്ചൂർ എന്നിവിടങ്ങളിലെയും മറ്റ് പ്രളയബാധിത പ്രദേശങ്ങളിലെയും ദുരിതാശ്വാസ ക്യാമ്പുകളിലും വീടുകളിലും ആവശ്യമായ സഹായ സാമഗ്രികൾ എത്തിക്കുന്നതിനും ശുചീകരണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനുമായി യുവജനങ്ങൾ രംഗത്തുണ്ട്. ഇതിനിടെ മഹായിടവക യുവജന പ്രസ്ഥാനത്തിന്റെ ഹെൽപ്പ് ലൈൻ നമ്പറിലേക്ക് ലഭിച്ച അഭ്യർത്ഥനയെ തുടർന്ന് കുമ്പളാംപൊയ്ക വൈദിക ജില്ലാ യുവജന പ്രസ്ഥാനം റാന്നിയിലെ പ്രളയബാധിതമായ അറാഫ ആശുപത്രിയിൽ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. ആരാധനയ്ക്ക് ശേഷം ലഭിച്ച സന്ദേശത്തെ തുടർന്നാണ് ജില്ലയിലെ വിവിധ യൂണിറ്റുകളിൽ നിന്നുള്ള യുവജനങ്ങൾ വെച്ചോച്ചിറ, ഉന്നക്കാവ് എന്നിവിടങ്ങളിൽ നിന്ന് ഉടൻ റാന്നിയിലെത്തിയത്. 3 നിലകളുള്ള ആശുപത്രിയുടെ താഴത്തെ നിലയും പാർക്കിംഗ് ഏരിയയും സ്റ്റോർ വിഭാഗവും വെള്ളത്തിൽ മുങ്ങി ചെളി നിറഞ്ഞ നിലയിലായിരുന്നു.
വിവിധ ക്ലബ് അംഗങ്ങൾ, ഡോക്ടർമാർ, നഴ്സുമാർ എന്നിവരോടൊപ്പം ചേർന്ന് യുവജനങ്ങൾ നടത്തിയ തീവ്ര ശുചീകരണ പ്രവർത്തനങ്ങളിലൂടെ വെറും 3.5 മണിക്കൂറിനുള്ളിൽ ആശുപത്രി പ്രവർത്തന സജ്ജമാക്കി. ദുരിതത്തിലായവർക്കൊപ്പം ജനറൽ സെക്രട്ടറി റവറൻ ലിനോ എസ് ജോണിനൊപ്പം യുവജന പ്രസ്ഥാനത്തിന്റെ മഹായിടവക ജില്ലാ യൂണിറ്റ് തലത്തിലുള്ള യുവജനങ്ങൾ തുടരുന്ന ഈ സേവന പ്രവർത്തനങ്ങൾക്ക് പ്രാർത്ഥനയും പിന്തുണയും അഭ്യർത്ഥിച്ചിട്ടുണ്ട്. സെറാഫൈം മീഡിയ ശ്രോതാക്കളുടെ പ്രാർത്ഥനയും പിന്തുണയും അഭ്യർത്ഥിച്ചു കൊള്ളുന്നു. കേരളത്തിൽ വർദ്ധിച്ചു വരുന്ന ഉരുൾപൊട്ടലുകൾ, യൂറോപ്പിലെ അതിതീവ്ര ചൂട്, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലെ കാട്ടുതീ എന്നിവ കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ അടിസ്ഥാന കാരണങ്ങൾ തിരിച്ചറിയാൻ മനുഷ്യരാശിയെ ഉണർത്തേണ്ടതാണെന്ന് CSI മധ്യകേരള മഹായിടവക ബിഷപ്പ് റൈറ്റ് റവറൻ ഡോക്ടർ മലയിൽ സാബു കോശി ചെറിയാൻ പറഞ്ഞു. കറ്റാനം CSI സെന്റ് ജെയിംസ് ദേവാലയത്തിൽ മഹായിടവക പരിസ്ഥിതി വിഭാഗം സംഘടിപ്പിച്ച പരിസ്ഥിതി കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പരിസ്ഥിതി പ്രതിസന്ധിയുടെ അടിസ്ഥാന കാരണം മനുഷ്യന്റെ സാമ്പത്തിക കേന്ദ്രീകൃത മനോഭാവമാണെന്നും പ്രകൃതിയെയും ജീവജാലങ്ങളെയും സംരക്ഷിക്കുന്നതിൽ എല്ലാവരും പുതുക്കിയ പ്രതിബദ്ധത കൈക്കൊള്ളണമെന്നും ബിഷപ്പ് ആഹ്വാനം ചെയ്തു. ജീവജാലങ്ങളുടെ ആവാസ വ്യവസ്ഥ നശിപ്പിക്കുന്നതാണ് മനുഷ്യ വന്യജീവി സംഘർഷങ്ങൾക്ക് കാരണമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. NCCI മുൻ എക്സിക്യൂട്ടീവ് സെക്രട്ടറി റവറൻ ഡോക്ടർ എബ്രഹാം മാത്യു പരിസ്ഥിതി ബൈബിൾ പഠനത്തിന് നേതൃത്വം നൽകി. GAIA ഓർഗാനിക്സ് ആൻഡ് ക്ലൈമറ്റ് ക്യാമ്പയിനിൽ KN ഷിബു സുസ്ഥിര മാലിന്യ സംസ്കരണത്തിന്റെ പ്രാധാന്യം വിശദീകരിച്ചു. പരിപാടിയിൽ പരിസ്ഥിതി വിഭാഗം ഡയറക്ടർ ഡോക്ടർ മാത്യു കോശി പുന്നക്കാട്, കൺവീനർ റവറൻ അനിൽ തോമസ് എന്നിവരും മറ്റ് സഭാ നേതാക്കളും പങ്കെടുത്തു. മണ്ണിനെയും പ്രകൃതിയെയും സംരക്ഷിക്കുന്നതിൽ സഭ സജീവ പങ്കാളിയാകണമെന്ന സന്ദേശവുമായി CSI മധ്യകേരള മഹായിടവക ബിഷപ്പ് റൈറ്റ് റവറൻ ഡോക്ടർ മലയിൽ സാബു കോശി ചെറിയാന്റെ കൃഷി ജീവിതവും പരിസ്ഥിതി പ്രതിബദ്ധതയും വേൾഡ് കൗൺസിൽ ഓഫ് ചർച്ചസിന്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ ശ്രദ്ധേയമായി പ്രസിദ്ധീകരിച്ചു. ഭൂമി ദൈവത്തിന്റെ ദാനമാണെന്നും അതിനെ സംരക്ഷിക്കുകയും കൃഷിയിലൂടെ പരിപാലിക്കുകയും ചെയ്യുക മനുഷ്യന്റെ ദൈവിക ഉത്തരവാദിത്തമാണെന്നും ബിഷപ്പ് പങ്കുവയ്ക്കുന്ന സന്ദേശമാണ് വാർത്തയുടെ പ്രമേയം. പ്രകൃതിയും വിശ്വാസവും പരസ്പര വിരുദ്ധമല്ലെന്നും കാലാവസ്ഥാ നീതിയും സൃഷ്ടി സംരക്ഷണവും സഭയുടെ ദൗത്യത്തിന്റെ അവിഭാജ്യ ഘടകങ്ങളാണെന്നും ഈ അന്തർദേശീയ റിപ്പോർട്ട് എടുത്തു കാണിക്കുന്നു. സഭയും പ്രകൃതിയും കൈകോർത്ത് മുന്നേറേണ്ടതിന്റെ പ്രാധാന്യം ആഗോള സഭാ സമൂഹത്തിന് മുന്നിൽ അവതരിപ്പിക്കുന്ന ഈ അംഗീകാരം സൃഷ്ടി സംരക്ഷണത്തിനും സുസ്ഥിര ജീവിത ശൈലിക്കും മധ്യകേരള മഹായിടവക നൽകുന്ന പ്രാധാന്യത്തിന്റെ ശ്രദ്ധേയമായ സാക്ഷ്യമായി മാറുകയാണ്. CSI കൊല്ലം കൊട്ടാരക്കര മഹായിടവകയുടെ പ്രഥമ ബിഷപ്പായിരുന്ന റൈറ്റ് റവറൻ ഡോക്ടർ ഉമ്മൻ ജോർജിന്റെയും സഹധർമ്മിണി ശ്രീമതി ഏലിയാമ്മ ഉമ്മന്റെയും ജന്മദിന സ്തോത്ര ശുശ്രൂഷ ജൂലൈ 21 നടത്തി. ബിഷപ്പിന്റെ 70ാം പിറന്നാൾ ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട് കൊല്ലം കൊട്ടാരക്കര മഹായിടവകയിലെ കൈതക്കുഴി എന്ന സ്ഥലത്ത് ഒരു ദേവാലയം പണി കഴിപ്പിച്ചു. തങ്ങളുടെ മാതാപിതാക്കളുടെ സ്മരണയ്ക്കായി ബിഷപ്പും അദ്ദേഹത്തിന്റെ സഹോദരനും ചേർന്നാണ് പ്രസ്തുത ആലയം പണി കഴിപ്പിച്ചത്. അന്നേ ദിവസം രാവിലെ നടത്തപ്പെട്ട ദേവാലയത്തിന്റെ പ്രതിഷ്ഠാ ശുശ്രൂഷയിൽ വിവിധ സഭാ നേതാക്കന്മാർ ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്തു. ബിഷപ്പ് റൈറ്റ് റവറൻ ഡോക്ടർ മലയിൽ സാബു കോശി ചെറിയാൻ ശുശ്രൂഷയുടെ വിവിധ ഭാഗങ്ങൾക്ക് നേതൃത്വം നൽകി. ഒരു പുതിയ ദേവാലയം നിർമ്മിച്ചു നൽകുവാൻ മനസ്സ് കാണിച്ച അഭിവന്ദ്യ തിരുമേനിയെയും സഹോദരനെയും അഭിനന്ദിക്കുന്നതായി ബിഷപ്പ് അഭിപ്രായപ്പെട്ടു. ബിഷപ്പ് എമറിറ്റസ് റൈറ്റ് റവറൻ ഡോക്ടർ ഉമ്മൻ ജോർജിനും സഹധർമ്മിണി ശ്രീമതി ഏലിയാമ്മ ഉമ്മനും CSI മധ്യകേരള മഹായിടവകയുടെ എല്ലാ ആശംസകളും അറിയിക്കുന്നു. ബിഷപ്പ് മാണി തിയോളജിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് കോട്ടയം 2026-27 അധ്യയന വർഷത്തെ സെമിനാർ സീരീസിലെ 2ാം സെമിനാർ ജൂലൈ 28 ചൊവ്വാഴ്ച CSI വിമൻസ് സെന്റർ കോട്ടയത്ത് സംഘടിപ്പിച്ചു. ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രിൻസിപ്പൽ റവറൻ നെബൂസ് കറിയയുടെ അധ്യക്ഷതയിൽ നടന്ന സെമിനാർ CSI മധ്യകേരള മഹായിടവക ബിഷപ്പ്
റൈറ്റ് റെവറൻഡ് ഡോക്ടർ മലയിൽ സാബു കോശി ചെറിയാൻ ഉദ്ഘാടനം ചെയ്തു. കൊല്ലം കൊട്ടാരക്കര മഹായിടവക ബിഷപ്പ് റൈറ്റ് റെവറൻഡ് ജോസ് ജോർജ് അനുഗ്രഹ പ്രഭാഷണം നടത്തി. ശ്രീ ഷിബി പീറ്റർ, ഡോക്ടർ വൈ മാത്യു, ഡോക്ടർ ജെയിംസ് കോം എന്നിവർ വിവിധ വിഷയങ്ങളിൽ ക്ലാസുകൾ നയിച്ചു. അവതരിപ്പിച്ച പ്രബന്ധങ്ങളോട് റെവറൻഡ് വർഗീസ് ഏനാദിക്കൽ, സിസ്റ്റർ ജസീന പി ജോസഫ്, BMTI രജിസ്ട്രാർ റെവറൻഡ് ഡോക്ടർ ജോൺസൺ പീറ്റർ കുന്നംപള്ളി, GB ആൻഡ് ജേക്കബ് എന്നിവർ പ്രതികരിച്ചു. സെമിനാർ സീരീസിന്റെ കൺവീനറായി ഡോക്ടർ അശോക് അലക്സ് ഫിലിപ്പ് പ്രവർത്തിച്ചു. സെമിനാറിൽ പങ്കെടുത്ത ബിഷപ്പുമാർ, അച്ഛന്മാർ, ഫാക്കൽറ്റി, പ്രഭാഷകർ, പ്രതികരണങ്ങൾ അവതരിപ്പിച്ചവർ, വിദ്യാർത്ഥികൾ, അതിഥികൾ എല്ലാവരോടും ഭാരവാഹികൾ കൃതജ്ഞത രേഖപ്പെടുത്തി. CSI മധ്യകേരള മഹായിടവക പള്ളം വൈദിക ജില്ലാ യുവജന പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിൽ ചിങ്ങവനം ജോയിസ് അരേന ടർഫിൽ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചു. ജില്ലയിലെ വിവിധ യൂണിറ്റുകളിൽ നിന്നായി 11 ടീമുകൾ മത്സരത്തിൽ പങ്കെടുത്തു. ആലപ്പുഴ CSI ക്രൈസ്റ്റ് ചർച്ച് ഇടവക വികാരി റവറൻഡ് ജോർജ് മാത്യു കിക്ക് ഓഫ് നിർവഹിച്ച് ടൂർണമെന്റിന് തുടക്കമിട്ടു. സെന്റ് മാത്യൂസ് CSI ചർച്ച് പൂവൻതുരുത്ത് ടീം ചാമ്പ്യൻസ് എവറോളിംഗ് ട്രോഫി നേടി. സെന്റ് സ്റ്റീഫൻസ് CSI ചർച്ച് വെള്ളുത്തുരുത്തി ടീം റണ്ണേഴ്സ് അപ്പ് എവറോളിംഗ് ട്രോഫി സ്വന്തമാക്കി. മികച്ച താരമായി റോജിൻ പൂവൻതുരുത്തിനെയും മികച്ച ഗോൾ കീപ്പറായി ആൽവിൻ ഷിബു പൂമ്പാടിയും തിരഞ്ഞെടുക്കപ്പെട്ടു. പരിപാടിയിൽ പള്ളം CSI സെന്റ് ആൽബൻസ് സഭാ ശുശ്രൂഷകൻ ഇവാഞ്ചലിസ്റ്റ് ഫിലിപ്പ് വർഗീസ് പ്രാരംഭ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി. മഹായിടവക യുവജന പ്രസ്ഥാനം ജനറൽ കമ്മിറ്റി അംഗം അനീഷ് അനിയൻ കുഞ്ഞ് സ്വാഗതവും ജില്ലാ കൺവീനർ റെവറൻഡ് ജിബിൻ മാത്യു ജോൺ ആശംസയും അറിയിച്ചു. എഡ്യൂനെക്സ്റ്റ് 2026 നാഷണൽ ഹയർ എഡ്യൂക്കേഷൻ ലീഡർഷിപ്പ് സമ്മിറ്റിൽ കോട്ടയം CMS കോളേജിന് മികച്ച കോർപ്പറേറ്റ് ബന്ധങ്ങൾക്കുള്ള ബെസ്റ്റ് കോർപ്പറേറ്റ് റിലേഷൻസ് പുരസ്കാരം ലഭിച്ചു. ബിസിനസ് ഇൻസൈറ്റ് മാഗസീനും ഐറ കണക്റ്റും സംയുക്തമായാണ് പുരസ്കാരം ഏർപ്പെടുത്തിയത്. തിരുവനന്തപുരം ഹോട്ടൽ ഡിമോറയിൽ നടന്ന ചടങ്ങിൽ മുൻ നയതന്ത്രജ്ഞൻ ഡോക്ടർ TP ശ്രീനിവാസൻ, IFSൽ നിന്നും CMS കോളേജ് കോർപ്പറേറ്റ് റിലേഷൻസ് ഡയറക്ടർ ശ്രീ സുദീപ് ചെറിയാൻ പുരസ്കാരം ഏറ്റുവാങ്ങി. വിദ്യാർത്ഥികളുടെ തൊഴിൽ നൈപുണ്യ വികസനം, ക്യാമ്പസ് പ്ലേസ്മെന്റുകൾ, പ്രമുഖ കോർപ്പറേറ്റ് സ്ഥാപനങ്ങളുമായുള്ള പങ്കാളിത്തം എന്നിവയിൽ കോളേജ് കാഴ്ചവെച്ച മികവിനുള്ള അംഗീകാരമായാണ് ഈ പുരസ്കാരം ലഭിച്ചത്. ഏറ്റുമാനൂർ വൈദിക ജില്ലയിൽ ഞീഴൂർ സെന്റ് മാത്യൂസ് ഇടവകയിൽ ഓഗസ്റ്റ് 2 സ്ഥിരീകരണ ശുശ്രൂഷയ്ക്ക് ബിഷപ്പ് റൈറ്റ് റെവറൻഡ് ഡോക്ടർ മലയിൽ സാബു കോശി ചെറിയാൻ നേതൃത്വം നൽകി. 15 കുട്ടികൾ സ്ഥിരീകരിക്കപ്പെട്ട് സഭയുടെ പൂർണ്ണ അംഗത്വത്തിലേക്ക് പ്രവേശിച്ചു. കുട്ടികളെ ഒരുക്കുകയും ആരാധനയുടെ ക്രമീകരണങ്ങൾക്ക് നേതൃത്വം നൽകുകയും ചെയ്തത് ഇടവക വികാരി റവറൻഡ് ദിനേശ് ബാബു, ചർച്ച് കമ്മിറ്റി എന്നിവരാണ്. പ്രൊഫസർ MK സാനു സാംസ്കാരിക കേന്ദ്രം ഏർപ്പെടുത്തിയ യുവപ്രതിഭ പുരസ്കാരം ഡോക്ടർ വിനിൽ പോളിന്. കേരളത്തിന്റെ ചരിത്ര സാമൂഹിക പഠന രംഗങ്ങളിൽ ശ്രദ്ധേയമായ ഗവേഷണ സംഭാവനകൾ നൽകിയതിന് ഫാത്തിമ മാത നാഷണൽ കോളേജ് ചരിത്ര വിഭാഗം അധ്യാപകൻ ഡോക്ടർ വിനിൽ പോളിന് പ്രൊഫസർ MK സാനു സാംസ്കാരിക കേന്ദ്രത്തിന്റെ 2026 യുവപ്രതിഭ പുരസ്കാരം സമ്മാനിച്ചു. തിരുവനന്തപുരം TK മാധവൻ കൾച്ചറൽ സെന്ററിൽ നടന്ന ചടങ്ങിൽ പ്രതിപക്ഷ നേതാവ് ശ്രീ പിണറായി വിജയൻ പുരസ്കാരം വിതരണം ചെയ്തു. ചരിത്ര സാമൂഹിക ഗവേഷണ രംഗത്ത് ഡോക്ടർ വിനിൽ പോൾ നൽകിയ വിലപ്പെട്ട സംഭാവനകളെ അംഗീകരിച്ചുകൊണ്ടാണ് ഈ പുരസ്കാരം സമ്മാനിച്ചത്. മാവേലിക്കര CSI ക്രൈസ്റ്റ് ചർച്ച് ഇടവകാംഗങ്ങളായ പാവുരേത്ത് സോണി മാമന്റെയും സംഗീത ആനി ജോർജിന്റെയും മകൾ സാനിയ എലിസബത്ത് സോണി ക്രിസ്തുജയന്തി യൂണിവേഴ്സിറ്റി ബംഗളൂരുവിൽ നിന്ന് MBA ഇന്റർനാഷണൽ ബിസിനസ്സിൽ 1ാം റാങ്ക് കരസ്ഥമാക്കിയിരിക്കുന്നു. പുതുവൽ CSI സെന്റ് സ്റ്റീഫൻസ് സഭാംഗമായ ക്രിസ്റ്റോ സൂസൻ മാത്യു കഴിഞ്ഞ 2025-26 +2 പരീക്ഷയിൽ മുഴുവൻ മാർക്ക് നേടി പ്രശംസനീയമായ വിജയം കൈവരിച്ചു. സ്മിത ഭവനിൽ മത്തായി MP, സ്മിത മാത്യു എന്നിവരാണ് മാതാപിതാക്കൾ. സഹോദരൻ ഫെലിക്സ് P മാത്യു. അഭിനന്ദനങ്ങൾ. ഇതോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. അടുത്ത വാർത്തകളുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.